പിന്നീട് നമ്മുടെ ആദർശ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണേ. അത് തന്നെയല്ല, അറിഞ്ഞോ അറിയാതെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ആദർശേട്ടനെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാത്തിനെയും ഞാൻ ആത്മാർത്ഥമായി മാപ്പും ചോദിച്ചിട്ടാണ് നമ്മുടെ നയന അവിടെ നിന്ന് പോയിരിക്കുന്നത്. ഈ സമരം അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇനി ഒരിക്കലും എന്നും പറയുന്നുണ്ടേ. അങ്ങനെ നമ്മുടെ ദേവയാനിയും മുത്തശ്ശിയും ജലജയും എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അവൾക്കാണെങ്കിൽ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. അവളെ ജ്വല്ലറിയിലും കൂടെ ജോലിക്കൊക്കെ വെച്ചതിന് ശേഷം അവൾക്ക് ഭയങ്കര അഹങ്കാരമാണ്. അതുതന്നെയല്ല, ഇപ്പം തന്നെ നോക്കുക, ആദർശനെ മനസ്സ് വിഷമിപ്പിക്കുന്ന എന്തോ കാര്യം അവൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, ഇപ്പം തന്നെ എല്ലാവരും പറയുന്നത് ദേവയാനി അവൻ്റെ മനസ്സിലിട്ട് എന്തോ വിഷം കുത്തിവെച്ചിരിക്കുകയാണ് എന്നിങ്ങനെ പറയുവേ. ഞാനോ? ഞാനെങ്ങനെയാ? അപ്പോഴത്തേക്ക് നമ്മുടെ ജലജ പറയുക, ഏട്ടത്തിക്ക് മോളും മോനും മരുമോളും ഒക്കെ പിരിയണമെന്നല്ലേ ആഗ്രഹം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി സങ്കടപ്പെടുവാണേ. അങ്ങനെ ഞാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിരുന്നൊരു സമയമുണ്ട്. പക്ഷേ നയനയില്ലാതെ അവന് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായപ്പോൾ തൊട്ട് ഞാൻ അതിന് എൻ്റെ സ്വഭാവത്തിലൊക്കെ ഇത് മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നിങ്ങനെ നമ്മുടെ ദേവയാനി പറയുവേ. അല്ല, ഏട്ടത്തിക്ക് അവർ പിരിയുന്നത് തന്നെയല്ല ഇഷ്ടം എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും വീണ്ടും പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കിഷ്ടം തന്നെയാണ്. പക്ഷേ അതിൻ്റെ പേരിൽ അവരുടെ മനസ്സമാധാനം പോകുന്നത് എനിക്ക് അത്ര സഹിക്കാൻ പറ്റത്തില്ല എന്നിങ്ങനെ ദേവയാനി പറയുവാണേ. എനിക്കിനി അവൾ പോയെന്നും കരുതിയിട്ട് മനസ്സമാധാനമൊന്നും പോകത്തില്ല അമ്മേ എന്ന് പറയുവേ. അന്നത്തേക്ക് നമ്മുടെ മുത്തശ്ശി പറയും കേട്ടോ, അവൾ എണീച്ചില്ലേന്ന് ചോദിക്കുവേ. മുറ്റത്ത് കോലമൊന്നും വരച്ചിട്ടില്ല എന്ന് പറയും കേട്ടോ. അന്നത്തേക്കിനും ആദർശ് പറയുന്നുണ്ട്, ഇനി അവൾ കോലമൊന്നും വരയ്ക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്, വരയ്ക്കത്തുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലെറ്റർ എടുത്ത് നമ്മുടെ ആദർശ് ദേവയാനിയുടെ കയ്യിലേക്ക് കൊടുക്കുവേ. കത്തെഴുതി വെച്ചിട്ട്, മോള് പോയത് നീ കണ്ടില്ലേ മോനെ എന്നിങ്ങനെ ചോദിക്കുക നമ്മുടെ മുത്തശ്ശി. അന്നേരത്തേക്ക് നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, ഇല്ല കണ്ടില്ല, അവൾ എന്നും എണീക്കുന്ന നേരത്തെ ഉണർന്നിട്ട് പോയി കാണും എന്നിങ്ങനെ പറയുവാണ്. അപ്പോഴത്തേക്കിനും ജലജ ഇങ്ങനെ സന്തോഷത്തോടു കൂടി എണീക്കുക കേട്ടോ. ദേവയാനിയാണെങ്കിൽ കത്തെല്ലാം വായിച്ചതിന് ശേഷം ഇങ്ങനെ സങ്കടം വന്നിട്ട് എണീക്കുവാണേ. അത് പറഞ്ഞപ്പോൾ നിൻ്റെ മുഖത്ത് എന്താ ഒരു സങ്കടം എന്നിങ്ങനെ ചോദിക്കുക. സങ്കടമല്ല, ഇങ്ങനെ കാണിച്ചാൽ ദേഷ്യമെന്ന് പറയേ. അതല്ല, മുത്തശ്ശി പറയുകയാണ്. എന്നിട്ട് ആദർശ് എല്ലാ കാര്യത്തിലും നയനമോളെ മാറ്റി നിർത്തുമായിരുന്നു, അപ്പോൾ എൻ്റെ സങ്കടം സഹിക്ക് വയ്യാതെ മോള് പോയെന്നിങ്ങനെ പറയുവേ. അവളൊരു അഹങ്കാരിയാമ്മേ. പോരാത്തിന് അവൾ ഭയങ്കര ഡിസൈനറാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ നടക്കുന്നത്. അത് തന്നെയല്ല, ഇവിടുന്ന് എപ്പോൾ പോയെന്നാലും പോയി തിരികെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് ഇവിടെ ആൾക്കാരും ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ജലജയും പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നമ്മുടെ ജലജനെ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിനും നമ്മുടെ ഇങ്ങനെ ദേവയാനി പറയേ, അത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാവുന്നതല്ലേ ജലജ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, അമ്മയ്ക്കറിയാമല്ലോ, എന്നെ കരുവാക്കിയിട്ട് ഇനി അമ്മ പോയി അവളെ വിളിച്ചുകൊണ്ട് വരല്ലേ. അങ്ങനെയെങ്കിൽ ഏട്ടത്തി പോയി അവളെ വിളിച്ചുകൊണ്ട് വരല്ലേ എന്നിങ്ങനെ ജലജ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, ഞാനൊന്നും വിളിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ പിന്നെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നിട്ട് എനിക്കൊന്നും